കായംകുളത്ത് പാമ്പുകടിയേറ്റ് യുവതി മരിച്ച സംഭവത്തിലും തിരുവനന്തപുരത്ത് പിഞ്ചുകുഞ്ഞിന് ജീവൻ നഷ്ടമായതിലും ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും ഗുരുതരമായ സമാന പിഴവുകൾ ഉണ്ടായതായി രോഗികളുടെ കുടുംബങ്ങൾ ആരോപിക്കുന്ന സാഹചര്യത്തിൽ ഉടനടി കൃത്യമായ അന്വേഷണം നടത്തുകയും കുറ്റക്കാരെ കണ്ടെത്തി തക്കതായ ശിക്ഷ നൽകുകയും ചെയ്യണമെന്ന് കെ.സി. വേണുഗോപാൽ എം.പി. ഈ ആവശ്യമുന്നയിച്ച് എം.പി. മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. കായംകുളത്ത് പാമ്പുകടിയേറ്റ് യുവതി മരിച്ച സംഭവത്തിലും തിരുവനന്തപുരത്ത് പിഞ്ചുകുഞ്ഞിന് ജീവൻ നഷ്ടമായതിലും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ സമാന പിഴവുകൾ ഉണ്ടായതായി രോഗികളുടെ കുടുംബാംഗങ്ങൾ ആരോപിക്കുന്ന സാഹചര്യത്തിൽ ഉടനടി കൃത്യമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷ നൽകുകയും ചെയ്യണമെന്നും കെ.സി. വേണുഗോപാൽ എം.പി. ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതായും അറിയിച്ചു. കായംകുളത്തെയും തിരുവനന്തപുരത്തെയും കേസുകളിൽ രണ്ടുപേരെയും ആശുപത്രിയിലെത്തിച്ചപ്പോൾ പാമ്പ് കടിയേറ്റതാണെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചിട്ടും ആന്റിവെനം നൽകാൻ ഡോക്ടർമാർ തയ്യാറാകാതിരുന്നതാണ് മരണകാരണമെന്ന ആരോപണം ഉയരുന്നുണ്ട്. ഈ ആരോപണം ശരിയാണെങ്കിൽ ആരോഗ്യമേഖലയുടെ ഗൗരവകരമായ വീഴ്ചയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ആരോഗ്യമേഖലയുടെ വീഴ്ച മൂലമുണ്ടായ മരണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് സർക്കാർ ഉടനടി മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം നൽകാൻ തയ്യാറാകണമെന്നും എം.പി. പറഞ്ഞു. അപകട സാധ്യത പല മടങ്ങ് വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയൊരു ജീവൻ കൂടി നഷ്ടപ്പെടാതിരിക്കാൻ അടിയന്തര നടപടികൾ സർക്കാർ തലത്തിൽ സ്വീകരിക്കണമെന്നും എം.പി. ആവശ്യപ്പെട്ടു. ആന്റിവെനം ലഭ്യത ഉറപ്പാക്കൽ ഉൾപ്പെടെ അടിയന്തര നടപടികൾ ഉണ്ടാകണം. ലൈൻ ഡെസ്ക് ആരംഭിക്കുകയും ചെയ്യണം. ഇക്കാര്യത്തിൽ സമഗ്രമായ ബോധവൽക്കരണ പരിപാടികളും നടത്തണമെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ വേണുഗോപാൽ ആവശ്യപ്പെട്ടു. CDNet ന്യൂസ്, കായംകുളം.